ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ തുടരും പടം റിലീസായിരിക്കുകയാണ്. ഒറ്റ വാക്കി പടത്തെ പറ്റി പറയുകയാണല്ലോ, എമ്പുരാനിൽ വിട്ടത് തുടരുവിൽ എറിഞ്ഞു പിടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. അതിലുള്ള കോണിപ്പടികൾ വെച്ചു കൊടുത്താട്ടെ മിസ്റ്റർ തരുൺ മൂർത്തി. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ലാലേട്ടനെ ഉപയോഗിച്ച് ലാലേട്ടനെ എങ്ങനെയാണോ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ലാലേട്ടൻ്റെ ആക്ടിങ് ക്ലാസ്, ലാലേട്ടൻ്റെ ഈസിനെസ് ഓഫ് ആക്ടിങ്, ലാലേട്ടൻ്റെ മാസ്, ഇതെല്ലാം ചേർത്തുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഡ്രാമ, ഫാമിലി ഡ്രാമ, ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു അടിപൊളി സംഭവമാണ് തരുൺ മൂർത്തി നമുക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ എന്താണോ എമ്പുരാനി പ്രതീക്ഷിച്ച് പോയി മിസ്സായ സീനുകൾ, അത് വളരെ കൃത്യമായിട്ട് തന്നെ ആവശ്യമുള്ള സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിനെ ഇറക്കി മറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം. അപ്പോൾ ഓൾറെഡി ഡയറക്ടർ തരുൺ മൂർത്തി നമ്മളോട് പറഞ്ഞിരുന്നു ഇതൊരു ഫീൽ ഗുഡ് മൂവി അല്ലെന്ന്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലാലേട്ടൻ ശോഭന കോംബോ വരുന്നു, ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ലാലേട്ടൻ വരുന്നു, സാധാരണ ഒരു ടാക്സി ഡ്രൈവറായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ലാലേട്ടനെ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മുടെ അയലോക്കത്തുള്ള, അല്ലെങ്കിൽ നമ്മളെ തൊട്ടറിയുന്ന ഒരു കൂട്ടുകാരനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാവുന്ന ഒരു ചേട്ടനായിട്ടുള്ള, അങ്ങനെ പല രീതിയിൽ നമ്മൾ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ എല്ലാ മലയാളികൾക്കും തന്നെ ഏറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായിട്ട് തന്നെ ഡയറക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ലാലേട്ടൻ്റെ ആ ക്യാരക്ടർ എങ്ങനെയാണ് സെറ്റ് ആയിരിക്കുന്നത്, അല്ലെ ആ ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ക്ലിയറായിട്ട് ആ ഫോട്ടോയിലൂടെ പടത്തിൽ കുറച്ച് പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അതായത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. അതിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ക്യാരക്ടർ ആ സമയത്ത് എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ച്, വളരെ നമുക്കറിയാവുന്ന കൂട്ട് തന്നെ നാട്ടിൻപുറത്ത് വളരെ എല്ലാവരുമായിട്ട് ഇടപഴകി വളരെ അനായാസമായിട്ട് ലാലേട്ടൻ എഫേർട്ട്ലെസ് ആയിട്ട് ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ഹാഫിൽ പഴയ ലാലേട്ടൻ എന്നൊക്കെ എല്ലാവരും പറയുന്ന കൂട്ട് തന്നെ വളരെ നാച്ചുറലായിട്ട് വളരെ രസമായിട്ട് ലാലേട്ടൻ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിരുന്നു പോകും. ഒരിക്കലും നമുക്കത് ലാലേട്ടൻ അഭിനയിക്കാമെന്ന് തോന്നാത്ത വിധത്തിൽ ആ ക്യാരക്ടറോട്, ആ ബെൻസ് എന്ന ക്യാരക്ടർ, ഷൺമുഖം എന്ന ക്യാരക്ടറോട് വളരെ കൺവിൻസിങ് ആയിട്ട് തന്നെ ലാലേട്ടൻ ഇഴുകി ചേർന്നിട്ടുണ്ട്, നമ്മളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു മോഹൻലാൽ പടം നമ്മളെ കൂട്ടിക്കൊണ്ട് തിയേറ്ററിൽ നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന ലാലേട്ടൻ മാജിക്ക് ഈ പടത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഏറെ പ്രതീക്ഷിച്ച ഒരു കോംബോ ആണ് ഫസ്റ്റ് ഹാഫിൽ, അല്ലെങ്കിൽ ലാലേട്ടൻ ശോഭന കോംബോ, പഴയ കോംബോ. അപ്പോൾ പേഴ്സണലി എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ കോംബോ എനിക്ക് ഫുള്ളായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പെക്ട് ചെയ്ത പഴയകാല ഒരു കോംബോ ആ ഒരു രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇറ്റ്സ് എ കൺവിൻസിങ് സ്റ്റോറി. ആ കൺവിൻസിങ് ആയിട്ട് തന്നെയാണത് പോയിരിക്കുന്നത്. അല്ലാതെ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു കെമിസ്ട്രി രണ്ടുപേരും തമ്മിലുണ്ടോ എന്ന് വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഐ ആം ഫീലിംഗ് എനിക്കത് വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഫസ്റ്റ് ഹാഫ് വളരെ നന്നായി പ്ലേസ് ചെയ്ത് ഒരു ഫീൽ ഗുഡ് മൂവി കൂട്ട് നമ്മുടെ ആ കഥയിലോട്ട് വന്നിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കഥ, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെല്ലിൽ തന്നെ കഥ അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിലോട്ട് പോകാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കൊണ്ടുവെക്കുന്ന ഫസ്റ്റ് ഹാഫ്. അതിന് സർപ്രൈസിങ് എലമെൻ്റ് ഒന്നുമില്ല, വളരെ ഡയറക്റ്റായിട്ട് തന്നെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിലോട്ടാണ് ഇത് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് കൊണ്ടുവരുന്നത്. ആ ഫസ്റ്റ് ഹാഫ് വരെ വളരെ നാച്ചുറലായിട്ട് വളരെ ഈസി ആയിട്ട് പോകുന്ന ഒരു കഥാഗതി, വളരെ സിമ്പിളായിട്ട് എവിടെ വന്നാൽ ഒരു ലാഗോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും പരിചയപ്പെടുത്തി നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ക്യാരക്ടറും ആ ടാക്സി ഡ്രൈവറും ആ കാറും അല്ലെങ്കിൽ ആ ഫാമിലി, അതായത് ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്ന ഒരു പടമായിട്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോയേക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണോ വന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് വന്നേക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ എന്താ പറയുന്നത്, നമ്മൾ എന്താണ് എമ്പുരാനിൽ നമ്മൾ മിസ് ചെയ്ത് മോഹൻലാലിനെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മോഹൻലാലിൽ കാണേണ്ട ആ മൊമെൻറ്റ്സ്, അത് വളരെ ചില സീനുകളിലൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഫാൻസിൽ നിന്ന് നമുക്ക് ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാസ് രംഗങ്ങൾ, മാസ് ഷോട്ടുകളെല്ലാം കൂടെ തന്നെ ചേർത്ത് ആ റിവെഞ്ച് എടുക്കാനുള്ള ലാലേട്ടൻ്റെ വെറും ഒരു മാസ് മൂമെൻറ്റ്സ് മാത്രമല്ല, ഫൈറ്റ്സ് അത് മാത്രമല്ല, ആ അഭിനയം തന്നെ, അതായത് ആ ഒരു ഇമോഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നുണ്ടല്ലോ, വേറെ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ നല്ലതായിട്ട്
തരുൺമൂർത്തി അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തെ വെച്ച് അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന് വേണ്ടത് അത് വളരെ കൃത്യമായിട്ട് ലാലേട്ടനിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരുമെന്ന് നമുക്കറിയാം. അപ്പം വളരെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മ്യൂസിക് ആയിക്കോട്ടെ അടിപൊളിയായിട്ടുണ്ട്. ക്യാമറ സൂപ്പർ. അത് മഴയത്തുള്ള സീനുകളൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയണം. നല്ല ഒന്നാന്തരമായിട്ട് തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ് ലാലേട്ടൻ മൂവിയിൽ നിന്ന് നമ്മൾ മലയാളികൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ഉണ്ട്. പിന്നെ ലാലേട്ടൻ മൂവിക്ക് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൽ എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബുക്കിംഗ്. അതായത് 2K പെർ അവർ ബുക്കിംഗ് പ്രീ സെയിൽസിൽ ബുക്കിംഗ് ഉണ്ടായിരുന്നവർ ഇതാണ്. ആദ്യത്തെ റിപ്പോർട്ടുകൾക്കെല്ലാം ശേഷം ഇപ്പോൾ അത് 35K ആണ് ഒരു അവറിൽ ബുക്കായി കൊണ്ടിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ലാലേട്ടൻ എന്നുള്ള ആ സ്റ്റാർ പവർ ലാലേട്ടൻ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടനിലെ അഭിനേതാവിനെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തരുൺമൂർത്തി പറയുന്ന കൂട്ട് മോഹൻലാൽ തുടരുവിലൂടെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വീണ്ടും തുടരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പടം കാണുക, പടം കണ്ട് എൻജോയ് ചെയ്യുക. ബൈ.